ഇല്ലാത്ത വന്ന ആളോട് മിനിറ്റിന് ആൾക്കാരെ ഇങ്ങനെ എന്താ പറ്റിയെന്ന് കയറി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ. കഷ്ടമുണ്ടോട്ടോ നിങ്ങളെ കൊണ്ട്. ഞാൻ വിചാരിച്ച് മലമണ്ണൻ ജോലി വരെ മനസ്സിലാവും. ആ ടൗണിൽ പോയി കയറി ചോദിച്ചിരിക്കാം. നിങ്ങളൊക്കെ എന്നാണ് വേണ്ടത്? അവരങ്ങനെ പറഞ്ഞെങ്കിലും ഒരു അത്ഭുതം ഞാൻ കാണില്ല. എനിക്കെന്നെ എന്തൊക്കെ വായി വരുന്നുണ്ടോ ഞാൻ പറയുന്നില്ല. ഇനിയേ ശല്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആരെയും കയറി പോണ്ട. ഞാൻ പറഞ്ഞാൽ കേട്ട് ഇനി പറയുന്നു. ഞാൻ പറയുന്നുണ്ടോ നീ ഒന്നും വിചാരിക്കണം എന്റെ മീകളെ. പറയാതെ വയ്യാത്തതുകൊണ്ട് അമ്മ പറയുക. പിന്നെ മോള് ഞങ്ങളുടെ കാര്യം നോക്കില്ലേ, ജുബിന്റെ കാര്യം നോക്കണം. നിങ്ങൾ തമ്മിൽ എന്നാ പ്രശ്നമൊന്നും എനിക്കറിയാൻ പാടില്ല. ജുബിൻ അങ്ങനെ ഒന്നും കേട്ട് നിൽക്കുന്നു മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. അത് നോക്കി ഇപ്പൊ തന്നെ മനസ്സിലായിരിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പം ഞങ്ങളൊക്കെ അത് വയസ്സ് ഇടാന്ന് വെച്ചാൽ അതവരെ സമ്മതിക്കുന്ന ഒരു കേസല്ല. പിന്നെ അവന് പനിയുമ്പോൾ വയ്യാതെ കിടക്കുന്ന മോളെ തന്നെ കാണില്ല. പറ്റുമെങ്കിൽ മോള് 2 ദിവസം നോക്കണം. എന്തായാലും 2 ദിവസത്തേക്ക് അവർ പുറത്തു വിടുന്ന പരിപാടിയില്ല. കമ്പനിക്കൊന്നും വിടുന്നില്ലെന്ന് മോള് അത് തീർച്ചയായിട്ടും അങ്ങോട്ട് പറയാം. മോള് പറഞ്ഞാൽ കേൾക്കൂലായിരിക്കും. എങ്കിലും സാറില്ല മോള് പറഞ്ഞത്. കൃതിയുടെ വാക്കിനപ്പുറം ജുബിന് വേറെ അപ്പീലില്ല. അതുകൊണ്ടാണ് ജുബിന് വാങ്ങി കൊടുക്കേണ്ടി വന്നു. ജുബിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. മേഘനയാണ് കേട്ടോ കൃതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃതിനെ നോക്കാൻ പറഞ്ഞത് കരുതി നീ എന്നെ ഒരുപാട് കീറി അങ്ങ് നോക്കാനൊന്നും വരല്ലേ. എനിക്ക് എന്നെ ഒറ്റയ്ക്ക് നോക്കാനൊക്കെ അറിയാം. അതിനെനിക്ക് നിന്റെ ആവശ്യവുമില്ല. ഓ പിന്നെ അവളിപ്പോൾ പറഞ്ഞെന്ന് കരുതി ഞാൻ തന്നെ അങ്ങ് നോക്കാൻ വരും. എനിക്ക് വേറൊരു പണിയില്ലല്ലോ. എനിക്കൊരു വിചാരം ഉണ്ടാവും അവൾ പറഞ്ഞത് അതേപോലെ ഞാനിപ്പോൾ അനുസരിക്കുന്നു. നോക്കി അവിടെ ഇരുന്നോ, അപ്പം അനുസരിക്കും. താൻ തൻ്റെ കാര്യം നോക്കുമല്ലാതെ ഞാനൊരിക്കലും തൻ്റെ കാര്യം നോക്കാൻ അറിയത്തില്ല. ഏടാ നോക്കാൻ പറ്റിയ സാധനം. ഞാൻ പറഞ്ഞൂടി നിന്നോട് എന്നെ നോക്കാൻ ഇല്ലല്ലോ. അവള് പിന്നെ എന്നെ നോക്കാമെന്ന് നിന്നോട് പറഞ്ഞത് അത് ഞാൻ നിന്റെ കഴുത്തേ കെട്ടി താലീൻ്റെ ബലത്തില, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നീ ഞാൻ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമില്ലെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് നീ ഒരുപാട് ഹേളിക്കാന്ന് നിൽക്കല്ലേ. നിനക്കൊരു ചിന്തയുണ്ടാവും ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാന്ന്. പക്ഷെ അത് നിന്റെ വെറും ചിന്ത മാത്രം, നടക്കാത്ത ചിന്ത. മറ്റാരുടെ കാര്യത്തിൽ നീ അഭിപ്രായം പറഞ്ഞാലും എൻ്റെ കാര്യത്തിൽ നീ അഭിപ്രായം പറയില്ല. അത് പറയേണ്ട അവകാശ സ്വാതന്ത്ര്യവും നിനക്കില്ല, അല്ലെങ്കിൽ ഞാൻ തന്നിട്ടില്ല. കേട്ടിട്ടടി പൂതേ. തന്നോട് പറഞ്ഞ് സംസാരിക്കാൻ എനിക്ക് തീരെ മനസ്സില്ല. താൻ എന്താണോ പറഞ്ഞത്? തൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നു. അത് തൻ്റെ വെറും ഒരു മോഹം മാത്രം. ഞാൻ തൻ്റെ ഒറ്റക്കാലത്തെ പോലെ ഇടപെടില്ല. കാരണം താൻ എനിക്ക് അവകാശ സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ടല്ല, എനിക്കങ്ങനെ വേറൊരുത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇവിടെയുള്ള എല്ലാവരുടെ കാര്യം ഞാൻ നോക്കിയാലും തൻ്റെ കാര്യം ഈ ജന്മത്തിൽ ഞാൻ നോക്കാൻ പോകുന്നില്ല. കേട്ടില്ലടാ ജാടത്തേണ്ടി. എന്താടി നീ വിളിച്ചേ? ജാടത്തുണ്ടെന്നോ? നിന്റെ വീട്ടിൽ പോയി നിന്റെ അപ്പനെ വിളിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ നീ എന്നെ വിളിക്കാൻ വരല്ലേ. 2-3 ദിവസം നീ റൂമിൽ അങ്ങോട്ടേ കിടന്നും പറയട്ടെ. അത്രമാത്രം വിളിക്കാനുള്ള ഇതൊന്നും നിനക്കില്ല. മര്യാദക്കാണെങ്കിൽ നിനക്കവിടെ കിടക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കോണൻ റൂമിൽ നിന്ന്. കേട്ടിട്ടടി പുന്നരം മോളെ. മേഘയും ജുബിനുമായിട്ടുള്ള അടിയൊക്കെ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൃതിക്കൊരു കല്യാണാലോചന. കൃതിയുടെ അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ മോനുമായിട്ടായിരുന്നു. അവർ തമ്മിൽ ആദ്യം നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വരുന്ന ഒന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള പരിചയങ്ങളൊക്കെ കുറഞ്ഞു വന്നു. പെട്ടെന്നുള്ള വരവും പെണ്ണുകാണലൊക്കെ ആയിരുന്നു. വീട്ടുകാരെന്തായാലും എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാണ് ജോയൽ അങ്ങോട്ട് കടന്നു വരുന്നത്. കല്യാണം വെച്ച് നീട്ടുന്നത് 2 കുടുംബക്കാർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ കല്യാണം നിശ്ചയിക്കാനും അവർ തീരുമാനിച്ചു. ഈ കാര്യങ്ങളൊന്നും ജോയലോ അതുപോലെ ജുബിനും അറിഞ്ഞിരുന്നില്ല. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് കൃതി ഇതെല്ലാവരോടുമായിട്ട് പറയുന്നത്. കൃതി കല്യാണത്തിൽ നല്ല എക്സൈറ്റഡ് ആണ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് അതത്ര ഇല്ല കേട്ടോ. പ്രജുമോനെ കല്യാണത്തിലുള്ള തീയതിയൊക്കെ കുറിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത 3 ആഴ്ചക്കുള്ളിൽ കല്യാണം നടത്താൻ അവരുടെ പ്ലാൻ. അതിനു മുമ്പേ ഇവിടെ എന്തൊക്കെ പണി മാറ്റിയാ എല്ലാവരും 4 പിടിച്ചാൽ മാത്രമേ ഇതങ്ങോട്ട് നടക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് എടാ ജോലി നിന്നോടും കൂടി അവിടെ എന്നാ തലയാടിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും പറഞ്ഞ എല്ലാവരും കൂടി വരട്ടെ. കൃതി ഒന്ന് നിൽക്കണോ? കൃതി ഒന്ന് നിൽക്ക്. പോവല്ലേ കൃതി താനത് പോക്കാടായി പോകുന്നത്. ഞാൻ അത്ര നേരമായി തന്നെ വിളിക്കുന്നു. താനൊരു മൈൻഡ് പോലും ചെയ്ത് എന്ത് പോക്കായി പോകുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭാവി കല്യാണം കഴിക്കേണ്ടവരല്ലോ. അതുപോലും മൈൻഡാക്കാതെ ഇങ്ങനെ പോരുതല്ലോ. ഞാൻ തന്നെ കുറേ നേരമായി ഓടാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കായിരുന്നു. ബിസിയാണ്, അത് പറയുകയും ചെയ്യായിരുന്നു. ഇങ്ങനെ പോയത് അതെനിക്ക് കുറച്ച് വിഷമമായി. ഇതാരും പ്രജുൽ സാറോ? നമസ്കാരം. കണ്ടതിൽ വളരെ സന്തോഷം. താൻ പറയുമ്പോൾ നിൽക്കാനും താൻ പറയുമ്പോൾ പോകാനും എനിക്ക് തീരെ സമയമില്ല. ഞാൻ തന്നെ പോലല്ല, ഭയങ്കര ബിസിയാ. എന്താണാവോ ഈ വരവിന്റെ ആഗമന ഉദ്ദേശം? കൃതി, എനിക്ക് ഇതിനോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ തൻ്റെ പുറകെ ഓടിയുന്നത് തന്നെ മൈൻഡാക്കിയില്ല. അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ കാര്യം. തന്നെ വിളിച്ചാൽ താൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജ് അയച്ചാൽ അതിൻ്റെ റിപ്ലൈ തരാറില്ല. എന്താ ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്? താൻ കല്യാണത്തിന് നോക്കിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് താൻ മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു നടന്നാലോ? എനിക്ക് ഇന്നറിയണം താൻ ഈ കല്യാണത്തിന് നോക്കിയാണോ അല്ലയോ, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നല്ല എനിക്കിന്നറിയണം. ഞാൻ പറഞ്ഞോളൂ, ഞാൻ നല്ല തിരക്കിലാണ്. ഇന്നാണെങ്കിൽ
വർക്ക് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് പകുതി പേരെങ്ങനെ വന്നിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാനും ഉണ്ട്. ഇവിടെ നിന്ന് ഇനി സമയങ്ങൾ എനിക്ക് തീരെയില്ലടോ. നമുക്ക് എന്തായാലും അടുത്തവിടെ സംസാരിക്കും, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ശരിയാണ്, ഞാൻ പോവാം. ആ ജോലിട്ടാ ഇതിന് കളിക്കുന്നത് ഉടക്കണം നിന്ന് കുഞ്ഞു കളിക്കാൻ നിൽക്കരുതേ. ഇവിടെ അങ്ങോട്ട് മാറുന്നേ. ഞാൻ ഇവിടെ അത്യാവശ്യപ്പെട്ടൊരു പണി എടുക്കുന്നത് കണ്ടല്ലേ, അതിനിടയ്ക്കാണോ? ജുബിനയുടെ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇച്ചിരി കഞ്ഞിയാക്കി കൊടുക്കട്ടെ. അതിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കയറി കളിക്കാൻ നിൽക്കരുതേ. അച്ഛനമ്മയും വരുന്നതിന് മുന്നേ എനിക്ക് കഞ്ഞിയൊക്കെ ആക്കി കൊടുക്കാനുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തേ എന്നാ അച്ഛനോട് അമ്മയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോകുന്നത്? അവരെ നമ്മൾ ഇത്രയും കാലം ചതിച്ചു, ഇനി അങ്ങോട്ട് ചതിക്കാൻ നിൽക്കണം. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അത് അത്രയും നല്ലതല്ലേ. എന്നെ മനസ്സ് പറയാം, ഇനി അധികം താമസിപ്പിക്കേണ്ടെന്ന് തന്നെ. ജുബിനേട്ടൻ നമ്മളെങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും സത്യം വൈകിപ്പിക്കേണ്ടെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കാം. കാര്യം നമ്മുടെ അവസ്ഥ എങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഇനിയും അത് വേണം. ജോനായിട്ട് എന്തോന്നും പറയാത്തെ? നീ എന്റെ ചേട്ടൻ ഇതുവരെ ഒന്നും വെച്ച് കൊടുത്തില്ലെന്നോ? നല്ല കാര്യം, അതവിടെ പനിയും പിടിച്ച് കിടക്കുമല്ലേ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ വല്ലതും വെച്ച് വിളമ്പി കൊടുത്തുവിടിയതിന്. എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ കഴുത്തെ താലി കെട്ടി പുരുഷനടി. അത് പനിയും പിടിച്ച് കിടക്കാന്നൊരു ബോധമൊക്കെ നിനക്ക് വേണേ. പിന്നെ പറയുന്ന കാര്യം നമുക്ക് എന്തായാലും പറയാലോ, സമയം ഇഷ്ടം പോലെ അല്ലേ. പിന്നെന്താ കുഴപ്പം? ആരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തൊന്നും ഇരിക്കില്ല. അന്ന് പറഞ്ഞ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ നോക്കി. അതിന് വെച്ച് കൊടുക്കില്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. വെച്ച് കൊടുക്കാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒട്ടുകൂട്ടി കളിക്കുന്നത് ഞാനല്ല, ജോജേട്ടനും. അത് ഓർത്തിട്ട് വേണം പറയാൻ. ജോലേട്ടൻ നമ്മുടെ മാറി തന്നെ. ഞാൻ വലതും ആ പരി പിടിച്ച് കിടക്കുന്ന മനുഷ്യന് വെച്ച് കൊടുത്തോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ശല്യപ്പെടുത്താൻ വന്നേക്കല്ലേ. ജോലേട്ടൻ ഇപ്പോൾ ഊട്ടിപ്പെടുത്താൻ നല്ലതല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഇതെങ്ങാനും കണ്ട് ജുബിനേട്ടൻ വന്ന് ജോയിൻ്റെ മുഖത ഈ ഭിത്തിയിലിങ്ങനെ ഉരച്ചങ്ങോട്ട് വിടും ജുബിനേട്ടൻ. വെറുതെ അതിന് നിൽക്കണ്ട, അറിയാലോ. മോളെ ഭീഷണിയൊക്കെ നിർത്തിക്കോ, കൊള്ളാനോ. ഇടി ഒന്നും നിന്റെ ചേട്ടനല്ല, ഈ എന്റെ ചേട്ടനാ. നിന്നെ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഇത്രമാത്രം അഹങ്കാരമൊന്നും വേണ്ട കേട്ടാ. പിന്നെ നീ ഓർത്തോ, നിന്നെ എന്റെ കയ്യിൽ തന്നെ കിട്ടാനുള്ളതാ. ഇതൊക്കെ വെറുതെ നീ അനുഭവിക്കാനായിട്ട് വെച്ച് കൂട്ടണ്ട. പിന്നെ ഞാൻ നിന്നെ എടുത്തോളാം. നീ ഇപ്പൊ എന്നാലും എന്റെ ചേട്ടന് കഞ്ഞി വെച്ചുകൂട്. ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം കേട്ടാ. ഷൂ താൻ പോയില്ലേ? ഞാൻ കരുതി താൻ അപ്പം തന്നെ പോയി കാണുന്നു. എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണോ താൻ ഇത്രയും നേരം കാത്തിരുന്നത്? എന്താ ശരിക്കും എനിക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? പറ. അത്രയും അർജന്റ് അല്ലായിരുന്നെങ്കിൽ താൻ എന്നെ ഇത്രയും നേരം കാത്തിരിക്കില്ലായിരുന്നല്ലോ. അത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണിച്ചു തന്നാ മതി.